അമൂലിന്റെ ബട്ടർ അമൂലിന്റെ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് മേടിക്കുന്നത് കണ്ടിട്ടുണ്ടാവും, സ്റ്റോക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ പ്യുവർ ബട്ടറാണ്. ആൾക്കാർക്ക് വേണ്ടത് നെഗറ്റിവിറ്റി. ഈ നെഗറ്റീവുകളെ വിറ്റ് നമ്മൾ റീച്ചും കൂട്ടും, കംബാക്ക് അടിക്കുകയും ചെയ്യും. 1 ലിറ്റർ നെയ്യ് അല്ലെങ്കിൽ 1 കിലോ ബട്ടർ ഉണ്ടാക്കാൻ 20 ചില്ലറ ലിറ്റർ പശുവിന്റെ പാല് വേണം എന്നാണ് കണക്ക്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ. അപ്പം മിൽമ കർഷകർക്ക് കൊടുക്കുന്ന വില വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 800 രൂപയുടെ അടുത്ത് വിലയുടെ പാല് വേണം. ഞങ്ങളുടെ നെഞ്ചത്തേക്ക് കയറിക്കോ. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പോ 800 രൂപയുടെ റോ മെറ്റീരിയലും ഈ ബാക്കിയുള്ള കോസ്റ്റുകൾ ഞാൻ പലതും മറന്നിട്ടുണ്ടാവും അതിനെ കള്ള ബില്ലൊന്നും ഞാൻ ഒപ്പിടിച്ച് വാങ്ങിച്ചിട്ടില്ലല്ലോ. വെറുതെ കുതിര കയറാൻ വരരുത്. പറയാൻ. എല്ലാം കഴിയുമ്പോൾ 1000 രൂപയുടെ മേലെ കുറെ കൂടുതൽ പൈസ കല്ല് ചെയ്ത് വെക്കേണ്ടത്. എടോ തന്നെ പോലെ ഒരുപാട് ഉടായ്പകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്താ ചെയ്യണത് ഞങ്ങൾ പഠിപ്പിച്ചാടാ. നീ പഠിപ്പിച്ചെന്നെ, നീ ആദ്യം പഠിപ്പിക്ക. ശരി ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു ഈഗോ കാരണം അതങ്ങ് സമ്മതിച്ചു കൊടുക്കാനായിട്ട് പറ്റിയില്ല. നിങ്ങളുടെ ഈഗോ ആണോ നിങ്ങൾ ശത്രു? ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയാ, ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ദൃശ്യങ്ങളടക്കം, ഡോക്യുമെന്ററീസ് അടക്കം, ന്യൂസ് റിപ്പോർട്ടുകൾ അടക്കം വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? എന്നോട് വേണ്ട, എന്നോട് വേണ്ടായിരുന്നു, എന്നോട് വേണ്ടായിരുന്നു. മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന സംരംഭങ്ങളാണ് മിൽമയും അമൂലും ഒക്കെ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. ഇതൊരു സഹകരണ പ്രസ്ഥാനമാണ്. കർഷകരിൽ നിന്ന് നേരിട്ട് ആരെടുക്കുന്നു? കമ്പനി തന്നെ നേരിട്ട് കർഷകരിൽ നിന്ന് എടുക്കുകയാണ്. എന്താ ഉറക്കം വരുന്നു. സാധാരണ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് വേണ്ട റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇടനിലക്കാരുണ്ടാവും. ഇവിടെ അങ്ങനെയൊന്നുമില്ല, നേരെ കർഷകരിൽ നിന്ന് എടുക്കുകയാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എന്നെ നാട്ടിക്കരുത്. നാറ്റിക്കില്ല. ആകെ നാറിയിരിക്കില്ല. പിന്നെന്തോ. ഇത് ആരാണ് വീണ്ടും സെല്ലേഴ്സിന്റെ അടുത്തേക്ക് കൊണ്ടേ കൊടുക്കുന്നത്? ഇടനിലക്കാരൊന്നുമില്ല, നേരിട്ട് കമ്പനി തന്നെ കൊണ്ടേ കൊടുക്കുകയാണ്. പാലിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാലിനെ വേർതിരിച്ച് പല പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കുകയാണ്. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ഇപ്പോൾ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വെറുതെ ഒരു സാധനം അടിച്ചു കിട്ടു, അതൊരു ജനറലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ആയി പോയി. ഇവനെ അവിടത്തേക്ക് അറിയില്ല, നാവെടുത്ത കള്ളത്തരെ പറയൂ. അതിനെതിരെ ആളുകൾ പ്രതികരിച്ചു. അപ്പോൾ അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മറ്റൊരു സാധനം, നമ്മൾ ഡൈവേർട്ട് ചെയ്ത് ഇന്ത്യക്കാൻ വേണ്ടി ഒരു സാധനം പുള്ളി അങ്ങോട്ട് അടിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തായാലും കുഴപ്പമായി. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. ഇപ്പോൾ പുള്ളി പറയുന്ന കേട്ടാത്തൊന്നും പുള്ളി രാവിലെ പശുവിനെ കറന്ന് ചായയൊക്കെ എടുത്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് വെണ്ണ വേർതിരിച്ച് അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അതിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കി അത് ബിരിയാണിയിൽ ഒഴിച്ചിട്ടൊക്കെയാണ് നമുക്ക് തരുന്നതെന്നുള്ളത്. ഊതടാ, ഊത്. അടുപ്പിൽ ഊതനവന്റെ ആസ്ത്രത്തിൽ തന്നെ ഊത്.